പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 37-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവചന ധ്യാനത്തിൻ്റെ 2 ഘട്ടങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ധ്യാനത്തിൻ്റെ 1-ാം ഘട്ടം ധ്യാന ഒരുക്കവും ദൈവത്തോടാലോചിച്ച് പ്രാർത്ഥനാപൂർവമുള്ള വിചിന്തനവുമാണ്. വിചിന്തനത്തിൽ പുരോഗമിച്ച് ഹൃദയപൂർവമായ പ്രാർത്ഥനയും സ്നേഹസല്ലാപവുമെല്ലാം നടത്തുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുകയും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിനു വേണ്ടിയുള്ള ദാഹവും നമ്മുടെ ഉള്ളിൽ നിറയുകയും ദൈവനിവേശിതമായ പ്രാർത്ഥനകൾ ഉള്ളിൽ നിന്നുയരുകയും ചെയ്യുന്ന 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. ഇത് വിചിന്തനത്തിൽ നിന്ന് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടമാണ്. ഈ 2-ാം ഘട്ടത്തിൽ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും കർത്താവിലും തിരുവചന ഭാഗങ്ങളുടെ അന്തരാർത്ഥത്തിലും പതിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം കർത്താവിൽ ലയിച്ചിരിക്കുന്ന അനുഭവം ഉണ്ടായിത്തുടങ്ങും. ഈ അനുഭവത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവർ വചനവായനയും പ്രാർത്ഥനാപൂർവമായ വചന വിചിന്തനവും സ്നേഹസല്ലാപവും കഴിഞ്ഞ് ശരിയായ ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നുവരാനും ധ്യാന നിശ്ചയങ്ങൾ പാലിക്കാനും ദൈവത്തെ അടുത്തറിയാനും അനുഭവിക്കാനും ആ ദിവ്യ ചൈതന്യത്താൽ നിറയാനുമൊക്കെ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഉള്ളിനുള്ളിൽ വസിക്കുന്ന ദൈവത്തോടൊത്ത് മൗനമായി ഏകാഗ്രമായി തിരുമുൻപിലിരുന്ന് ധ്യാനിക്കുക. ഈ കൃപ സ്വീകരിക്കാതെ വചനം വായിക്കുക മാത്രം ചെയ്യുകയോ വായിച്ച് അല്പമൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. ആഴമായ ദൈവസ്നേഹത്തോടും സ്നേഹസല്ലാപത്തോടും ഹൃദയപൂർവമായ പ്രാർത്ഥനയോടും കൂടെ തൃപ്പാദത്തിലിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന അനുഭവവും ദൈവാത്മപ്രേരിതമായി നാം പ്രാർത്ഥിക്കുന്ന അനുഭവവും ഏകാഗ്രമായി ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവവും ഒക്കെ ഉണ്ടാകും. അപ്പോഴാണ് നാം വിചിന്തനത്തിൽ നിന്ന് ധ്യാനത്തിലേക്ക് അഥവാ കോണ്ടംപ്ലേഷൻ്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന 2-ാം ഘട്ടം ആരംഭിക്കുന്നത്. 2-ാം ഘട്ടത്തിലേക്ക് നാം വളരുന്നത്. ഈ 2-ാം ഘട്ടത്തിലെ ധ്യാനത്തിൽ വചനചിന്തകളും വചന സന്ദേശങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വേണം ധ്യാനം അവസാനിപ്പിക്കാൻ. ധ്യാന സമയം കഴിഞ്ഞ് ജോലികൾക്കിടയിലും മറ്റും ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനചിന്തകളും സന്ദേശങ്ങളും ഓർമ്മിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ധ്യാന അനുഭവത്തിൽ വളരാനുള്ള ആഗ്രഹം ഇടയ്ക്കിടെ കർത്താവിനെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ധ്യാനത്തിൻ്റെ 3-ാം ഘട്ടമായ ആത്മീയ ഗാഢ ചിന്തകളോട് കൂടിയ നിരന്തര ധ്യാനത്തിലേക്ക് അതിവേഗം നമുക്ക് വളരാൻ കഴിയും. ധ്യാനത്തിൻ്റെ 3-ാം ഘട്ടം. ധ്യാനത്തിൻ്റെ 3-ാം ഘട്ടമായ മിസ്റ്റിക്കൽ ധ്യാനത്തിൽ സ്നേഹവീക്ഷണ ധ്യാനവും ആത്മീയ ഗാഠചിന്തകളോട് കൂടിയ നിരന്തര ധ്യാനവും അടങ്ങിയിരിക്കുന്നു. ധ്യാനത്തിൻ്റെ ആദ്യ പടികളിൽ നമ്മുടെ പരിശ്രമം കൂടുതൽ ആവശ്യമാണ്. എന്നാൽ അത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ധ്യാനത്തിൻ്റെ ഈ 3-ാം ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ധ്യാനം നമ്മിൽ സംഭവിക്കുന്ന ഒന്നായി മാറും. ചിലപ്പോൾ ഹൃദയം മന്ദീഭവിച്ച അവസ്ഥയിൽ തീരെ ശുഷ്കമായ അനുഭവമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല വചനചിന്തകൾ കൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കാൻ ശ്രമിക്കാനാണ് ധന്യന്മാർ ഇവാനിയോസ് പിതാവ് നിർദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്നേഹപ്രകരണത്തിന് ശക്തി പോരെങ്കിൽ അതേപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഹൃദയം ജ്വലിക്കുകയും പ്രകരണത്തിന് ജീവനും ശക്തിയും ലഭിക്കുകയും ചെയ്യും. ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ പ്രാർത്ഥനാ സഹായി എന്ന പുസ്തകം, പേജ് 9. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. പ്രഭാഷകൻ 37:17. ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത.
എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു, ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു. സങ്കീർത്തനം 39:3. ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത. അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരം പോലെയാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അതായത് ദൈവസ്നേഹത്താൽ ഹൃദയം ത്രസിക്കുമ്പോൾ ചിന്ത ഉണരുകയും ജ്വലിക്കുകയും ചെയ്യും. ഭക്തിപൂർവമുള്ള ചിന്ത തിരിച്ച് ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഗാഢമായ ധ്യാന ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തുകയും അനുതാപത്താൽ നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ വലതുവശത്തെ കള്ളനോടും പാപിനിയായ സ്ത്രീയോടും ധൂർത്തപുത്രനോടും ക്ഷമിച്ച കർത്താവേ, അങ്ങയുടെ കരുണാർദ്ര സ്നേഹം എൻ്റെ മേൽ ചൊരിയണമേ എന്നപേക്ഷിച്ചുകൊണ്ട് തൃപ്പാദത്തിലിരിക്കുക. വലതുവശത്തെ കള്ളനോടും പാപിനിയായ സ്ത്രീയോടും ധൂർത്തപുത്രനോടും ക്ഷമിച്ച കർത്താവേ, അങ്ങയുടെ കരുണാർദ്ര സ്നേഹം എൻ്റെ മേൽ ചൊരിയണമേ എന്നപേക്ഷിച്ചുകൊണ്ട് തൃപ്പാദത്തിലിരിക്കുക. ചില അവസരങ്ങളിൽ നിരന്തര ധ്യാനം നമ്മെ ശരിയായ ദൗത്യബോധത്തിലേക്കും ദൗത്യ നിർവഹണത്തിനുള്ള പ്രേരണയിലേക്കുമായിരിക്കും നയിക്കുന്നത്. അപ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തൃപ്പാദത്തിലിരുന്ന് ദൗത്യ നിർവഹണത്തിനായുള്ള ശക്തി ആർജിക്കുക. കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട രക്തസ്രാവക്കാരിയിലേക്ക് ശക്തി പ്രവഹിച്ചതുപോലെ നമ്മിലും ദൈവചൈതന്യവും ശക്തിയും വന്നാവസിക്കാൻ ആഗ്രഹിച്ച് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കുക. മറ്റു ചില സന്ദർഭങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഉൾക്കാഴ്ചകളിലേക്കായിരിക്കും ധ്യാനം നമ്മെ നയിക്കുന്നത്. അപ്പോൾ നന്ദിയോടെ അത് സ്വീകരിച്ച് ധ്യാനിച്ച് ഉപരിമഹത്വ ദർശനത്തിനായി ആഗ്രഹിച്ച് അങ്ങിൽ ദൃഷ്ടിയുറപ്പിച്ച് തൃപ്പാദത്തിലിരിക്കുക. ചില സന്ദർഭങ്ങളിൽ ഹൃദയം ദൈവസ്നേഹത്താൽ ജ്വലിക്കുകയും ദൈവസാമീപ്യം നമ്മെ വലയം ചെയ്യുന്ന അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇപ്രകാരം അനുഭവപ്പെടുന്ന അവസരങ്ങളിൽ സ്നേഹത്തോടെ ആന്തരിക നയനങ്ങളാൽ കർത്താവിനെ നോക്കിയിരിക്കുക. ചിന്തകളിലേക്ക് പോകേണ്ടതില്ല. ഇത് സ്നേഹവീക്ഷണ ധ്യാനത്തിൽ നിന്ന് മിസ്റ്റിക്കൽ അവേക്കനിങ്ങിലേക്കും ദൈവ ഐക്യത്തിലേക്കും നമ്മെ പടിപടിയായി ഉയർത്തുന്നതിനിടയാകും. ക്രിസ്തീയ ആധ്യാത്മികതയുടെ മിസ്റ്റിക്കൽ സ്വഭാവത്തെയും ധ്യാനാത്മകതയെയും കുറിച്ച് നന്നായി മനസ്സിലാക്കി മിസ്റ്റിക്കൽ ധ്യാന മാർഗത്തിലൂടെ മുന്നേറിയാൽ ദൈവാനുഭവത്തിൻ്റെ വിസ്മയനീയ തലങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. മിസ്റ്റിക്കൽ ധ്യാനത്തെയും അതിൻ്റെ സവിശേഷതകളെയും വിസ്മയനീയ ഫലങ്ങളെയും കുറിച്ചെല്ലാം ശരിയായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നാം പരിശ്രമിക്കണം. ശരിയായി മനസ്സിലാക്കി ധ്യാനത്തിൽ പടിപടിയായി വളരാൻ നാം പരിശ്രമിക്കണം. ക്രിസ്തീയ ദർശനമനുസരിച്ച് ആധ്യാത്മിക ജീവിതം ദൈവത്തോടൊത്ത് ദൈവത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രൻ തമ്പുരാനോടൊത്ത് തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്കുള്ള ഒരു തീർത്ഥാടനം. എല്ലാ തീർത്ഥാടനങ്ങൾക്കും ഒരു തുടക്കമുണ്ട്, എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യസ്ഥാനവുമുണ്ട്. എന്നാൽ മനുഷ്യ ജീവിതമാകുന്ന തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ തുടക്കവും എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനവും ദൈവം തന്നെ എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ്റെ ആരംഭവും അവസാനവും ദൈവമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിത ശൈലിയാണ് ആധ്യാത്മിക ജീവിതം. ദൈവത്തോടൊത്ത് ദൈവത്തിലേക്കുള്ള ഒരു പ്രയാണവും അതിൽ നിന്നുരുത്തിരിയുന്ന ഒരു ജീവിത ശൈലിയും ഇതിലടങ്ങിയിരിക്കുന്നു. ഇതിൽ ആത്മാവിൻ ആഴങ്ങളിൽ മഹോന്നതനായ ദൈവം വസിക്കുന്ന ശ്രീകോവിലിന് ഉള്ളിലേക്കുള്ള ഒരു പ്രയാണവും ദൈവത്തോടുകൂടെ അങ്ങേ ഔന്നത്യത്തിലേക്കുള്ള ഒരാരോഹണവും അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ് സ്വന്തം ആത്മീയ ജീവിതത്തിന് ഉറച്ച അടിസ്ഥാനമിടുകയും
അനേകർക്ക് വഴികാട്ടികളാവുകയും ചെയ്യണം നാം. ധ്യാനത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവങ്ങളിലേക്ക് വളരാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.